നമുക്കൊരു സ്പീഡ് ഇൻസ്റ്റന്റ് പോയാലോ? എന്താന്നല്ലേ, ഈവനിങ് ഡ്യൂട്ടി. ഇവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലില് ഈവനിങ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 1:30-ക്കാണ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ താവളം, ഞങ്ങളുടെ നഴ്സസ് റൂം. 1:30-ക്ക് തന്നെ നമ്മൾ വാർഡിൽ ഉണ്ടാവണം. എന്തെങ്കിലും കാരണത്താൽ നമ്മൾ വരാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാർഡിൽ വിളിച്ചത് ഇൻഫോം ചെയ്യണം. 1:30-ക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യും. കഥ പറഞ്ഞ് തീരുമ്പോൾ 2 മണിയോളം ആകും. അങ്ങനെ നമ്മൾ ഓവർ കഴിഞ്ഞ് അവർക്ക് ചൂസ് പറഞ്ഞ് മോർണിംഗ് ഷിഫ്റ്റുകാരെ നമ്മൾ വിട്ടതിന് ശേഷം നമ്മൾ പിന്നെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ആന്റിബയോട്ടിക്കുകൾ, ഇഞ്ചക്ഷൻസ്, ടാബ്ലറ്റ്സ് അതെല്ലാം കറക്റ്റ് ടൈമിന് കറക്റ്റ് പേഷ്യൻസിന് തന്നെ നമ്മൾ കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമ്മൾ അത് കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യണം. പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് 2:30-3 മണിയോട് കൂടി നമ്മൾ പേഷ്യൻസിന് ചായ, കാപ്പി എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ കൊടുക്കണം. ചില ദിവസങ്ങളിൽ നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹെൽപ്പേഴ്സ് ആരെങ്കിലും ഉണ്ടാവും. ഇവരാരും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കിയും കണ്ടും ടൈമിംഗ് അനുസരിച്ച് നമ്മളെല്ലാം ചെയ്യേണ്ടതാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രോഗികളുടെ കൂട്ടത്തിൽ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ കുഞ്ഞാവശ്യങ്ങൾക്ക് പോലും ഇവർ ബെല്ലടിച്ചുകൊണ്ടേയിരിക്കും. ബെല്ല് അറ്റൻഡ് ചെയ്യലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. വൈകുന്നേരം 6 മണിയാണ് ഈവനിങ് ഡ്യൂട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടൈം. അതായത് ഇവർക്ക് ഡിന്നർ കഴിക്കാൻ കൊടുത്തിട്ട് നമ്മളും ബ്രേക്ക് എടുക്കുന്ന ടൈമാണ്. വൈകിട്ടുള്ള ഇഞ്ചക്ഷൻസും മെഡിസിൻസും എല്ലാം കൊടുത്ത് ഇവരെ ഒന്ന് കയറ്റി കിടത്തി കഴിയുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടുക. നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് ഓവർ കൊടുത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ അത്രേ ഉള്ളൂ. ചൂസ്.